മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തെ സംശയനിഴലാക്കി ഹൈക്കോടതി. ഡിസംബർ 5-ന് ശേഷം അന്വേഷണം സ്തംഭിച്ചു. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ അംഗങ്ങളായ KP ശങ്കരദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം പോകാത്തത് വലിയ വീഴ്ചയാണ് എന്നാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. ദേവസ്വ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ ആരാച്ചാരായി മാറിയെന്നും ഹൈക്കോടതിയുടെ വിമർശനം വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ സംശയനിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ആ പ്രധാനപ്പെട്ട തീരുമാനം, ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ, ചെമ്പുപാളികളാക്കി സ്വർണം പൂശാനുള്ള തീരുമാനമെടുത്തത് ബോർഡ് കൂട്ടായാണ്. പക്ഷേ ഇവിടെ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ആ വഴിക്ക് ശരിയായ അന്വേഷണം പോലും നടന്നിട്ടില്ല എന്നതാണ് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ആ ഉത്തരവിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയ ഗുരുതരമായ വീഴ്ചയാണ് എന്നുകൂടി കോടതി വ്യക്തമാക്കിയാണ്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കണം, അതിൽ നടപടിയെടുക്കണമെന്ന് കോടതി കൃത്യമായി എഴുതി വെക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം പത്മകുമാറിൽ നിന്ന് മുന്നോട്ട് നീങ്ങുന്നില്ല എന്നതാണ്. അതുകൂടി കോടതി കൂടി ശരിവെച്ചിരിക്കുകയാണ്. ഡിസംബർ 5-ന് ശേഷം ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകാതെ മരവിച്ചു നിൽക്കുന്നു എന്നതാണ് കോടതി പറയുന്നത്. ഈ കേസിലെ പ്രതികളായിരിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യാൻ SIT മടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇതുവരെ ഇല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും സർക്കാരും കോടതിയിൽ നൽകിയ മറുപടി. അത് ഞെട്ടിക്കുന്നതാണെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയാണ്. കാരണം പത്മകുമാറിന് മാത്രമല്ല, ആ ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾക്കും ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഇവർക്ക് ഒരുപോലെയുള്ള ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷകരാണ് യഥാർത്ഥത്തിൽ ആ ദേവസ്വം ബോർഡ്. ഇവിടെ സംരക്ഷകൻ, രക്ഷകർത്താവ് ആരാച്ചാറായി മാറിയിരിക്കുന്നുവെന്ന വളരെ ഗുരുതരമായ വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ SITക്ക് ഇനി മുന്നോട്ട് പോകേണ്ടി വരും. കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.